വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകും. ചീഫ് സെക്രട്ടറി അവതരിപ്പിച്ച കരട് പദ്ധതി ഇന്ന് അംഗീകരിക്കും. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വയനാട് റീബിൽഡ് പാക്കേജിനായുള്ള സ്പോൺസർമാരുമായി ചർച്ച നടത്തും. തുടർന്ന് 3:30-ക്ക് മാധ്യമങ്ങളെ കാണും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജാണ് ചേരുന്നത്. അർജുൻ, എന്തായാലും വയനാട് ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഈ പുനരധിവാസ പാക്കേജ് പദ്ധതികളടക്കം അതിൽ കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള ചർച്ചകൾ ആവശ്യമാണ്. അതിനായിട്ടല്ലേ ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നത്? പദ്ധതികൾക്കെല്ലാം അംഗീകാരം നൽകുന്നത് അങ്ങനെയായിരിക്കില്ലേ? സ്വാതി, ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈയിലെ പുനരധിവാസത്തിന് നിർണായകമായിട്ടുള്ള പുനരധിവാസവുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള മന്ത്രിസഭാ യോഗമാണ് ചേരുന്നത്. 10 മണിക്ക് മന്ത്രിസഭാ യോഗം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അവതരിപ്പിച്ച കരട് രേഖയ്ക്ക്, അതായത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കരട് രേഖയ്ക്ക് ഇന്നത്തെ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും. അതുകൊണ്ട് തന്നെ ഇനി ഉള്ളത് വയനാട് മുണ്ടക്കൈയിലെ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുക എന്നുള്ളതാണ്. അതിൻ്റെ തീരുമാനം, അതിലെ ചെയ്യാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അന്തിമമായിട്ടുള്ള നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയായിരിക്കും വയനാട്ടിലെ മുണ്ടക്കൈ പുനരധിവാസ പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുകയെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകമായി 2 ടൗൺഷിപ്പുകൾ ഒറ്റഘട്ടമായി നിർമ്മിക്കാനാണ് സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. 750 കോടിയോളം രൂപയാണ് ആ 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കാനായി സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇത് എങ്ങനെയായിരിക്കും ഈ തുക ചെലവഴിക്കുക, അല്ലെങ്കിൽ എങ്ങനെ ഈ തുക സമാഹരിക്കും, ഒപ്പം ആർക്ക് കരാർ നൽകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാകും. അതിനുശേഷം മുഖ്യമന്ത്രി നിർണായകമായ കൂടിക്കാഴ്ചയിലേക്ക് കടക്കും. അതായത് ഈ മുണ്ടക്കൈയുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിന് സഹായം വാഗ്ദാനം ചെയ്ത ആളുകളുമായി, സംഘടനകളുമായി മുഖ്യമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. 50 വീടുകൾക്ക് മുകളിൽ ഓഫർ ചെയ്തിട്ടുള്ള സ്പോൺസർമാരെ മുഖ്യ സ്പോൺസർമാരായിട്ടാണ് സർക്കാർ കാണുന്നത്. അവരുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് മുഖ്യമന്ത്രി ഒരുങ്ങുന്നത്. അതിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയായി ടി സിദ്ദീഖ് ഉണ്ടാകും. ഡിവൈഎഫ്ഐ 50 വീടുകൾക്ക് മുകളിൽ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡിവൈഎഫ്ഐ പ്രതിനിധികൾ പങ്കെടുക്കും. കോൺഗ്രസും അതുപോലെ തന്നെ മുണ്ടക്കൈയിൽ 50-ന് മുകളിൽ വീടുകൾ ഓഫർ ചെയ്ത സംഘടനയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വേണ്ടി VD സതീശൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും അങ്ങനെയാണ് അത്രയും വീടുകൾ വെച്ചു കൊടുക്കാനുള്ള അത്രയും ഓഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടിയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രൂപരേഖ എങ്ങനെയായിരിക്കും, ആരുടെയൊക്കെ സഹകരണത്തോടു കൂടിയായിരിക്കും സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ന് അന്തിമമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ തുക എങ്ങനെ സമാഹരിക്കണം, ആർക്ക് കരാർ നൽകണം, എത്ര കാലത്തെ കരാറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ടൗൺഷിപ്പ് ഉൾപ്പെടെ നിർമ്മിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കും. അതിനുശേഷം വൈകിട്ട് 3:30-ക്ക് മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ വാർത്താ സമ്മേളനവും പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ വയനാട് മുണ്ടക്കൈയിൽ പുനരധിവാസ പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്യും. സ്വാതി. ശരി അർജുൻ രാജ്, ഇന്ന് വയനാട് ദുരന്തത്തിലെ പുനരധിവാസ പദ്ധതികൾക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും. വൈകുന്നേരം 3:30-യോടുകൂടി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി കാര്യങ്ങളെല്ലാം വിശദീകരിക്കും.